ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിയേറ്റീവ് വൈബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്ലവർ വൈസ് ആണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് നമ്മളിതാ സെയിം 2 ബോട്ടിൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ 2 ബോട്ടിൽ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ ബോട്ടിലിൻ്റെ ടോപ്പ് ഭാഗം മാത്രമേ ആവശ്യമുള്ളൂ. ഞാനത് മുന്നേ എന്തോ ക്രാഫ്റ്റ് ഉണ്ടാക്കി വെച്ചിരുന്നതാണ്, അതുകൊണ്ടാണ് ഇതിൻ്റെ മേലെ ഇങ്ങനത്തെ പാടൊക്കെ കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്ലീൻ ആയിട്ടിരിക്കുന്ന 2 ബോട്ടിൽ എടുക്കുക. അതിന് ശേഷം നമുക്കിത് അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതാ നമ്മളിവിടെ ബോട്ടിൽ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ 2 പീസ് മാത്രമാണ് കേട്ടോ. അപ്പോൾ നമ്മളിതെടുത്തിട്ട് നമ്മൾ സെറ്റാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് എയർ ഡ്രൈ ക്ലേ ആണ്. ഇതുപോലത്തെ ക്ലേ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് കേട്ടോ, ആമസോണിൽ വാങ്ങിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന് ലിങ്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ 2 കളേഴ്സിലായിരിക്കും ഇത് ഉണ്ടാവുക. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊടുത്താലാണ് നമ്മളെ ക്ലേ സെറ്റായിട്ട് വരിക. അപ്പം ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈമേൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൗഡറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കൈമേ. എന്നിട്ട് നമ്മളിത് ബോട്ടിലിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മളിത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ക്ലേ ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഹോം മെയ്ഡ് ക്ലേ ഉണ്ടാക്കുന്നത്. അതൊന്ന് കണ്ടു നോക്കിയിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അത് അതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു കുഞ്ഞ ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഡിസൈൻ കൊടുത്താലും മതി. ഞാനിവിടെ കുഞ്ഞ ലൈൻസ് ഇട്ട് കൊടുത്തെന്നുള്ളൂ. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ലീഫാണ്. അപ്പോൾ നിങ്ങൾക്ക് ലീഫ് അല്ലെങ്കിൽ ഫ്ലവർ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലത്തെ കട്ടർ ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്തിട്ട് ഇത് വെച്ചിട്ട് കട്ട് ചെയ്താലും മതി. ലീഫ് ഇവിടെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പെയിൻ്റാണ്. ഞാനിവിടെ ബ്ലാക്ക് കളറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളർ പെയിൻറ്റ് കൊടുക്കുക. ഈ ബോട്ടിൽ ഫുള്ളായിട്ടൊന്ന് പെയിൻറ്റ് കൊടുത്തിട്ട് വരാം. ഇതാ പെയിൻറ്റ് കൊടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിഭാഗം ഒന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിന് വേണ്ടി ഞാനിവിടെ അടപ്പ് എടുത്തിട്ടുണ്ട്. ആ അടപ്പും കൂടെ പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ലീഫ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ലീഫ് ഇതാ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഡിസൈനിൽ ഒട്ടിച്ചു കൊടുക്കുക. ഞാനിതാ ഇതുപോലെ ഇവിടെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ ലീഫും ഒന്ന് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. എല്ലാതും ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ലീഫിന് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാനിവിടെ ഒരു ഗ്രീൻ കളറാണ് എടുത്തിരിക്കുന്നത് പെയിൻറ്റ്. അപ്പോൾ എല്ലാ ലീഫും നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് വരാം. ഇത് ഫുള്ളായിട്ട് ഇവിടെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലീഫൊക്കെ. ഇനി നമ്മൾ ഇതിനൊരു ഗോൾഡൻ ടച്ച് കൊടുക്കുന്നുണ്ട്. ലീഫിനും ബോട്ടിലിനും എല്ലായിടത്തും നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലത്തെ ഒരു കയറാണ്. ഞാനിവിടെ വൈറ്റ് കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് അതുപോലെ മുകൾ ഭാഗത്തും അടിഭാഗത്തും നമ്മൾ ഈ കയറ് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളതനുസരിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. 2 പീസ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് കളർ കൊടുക്കണം. അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് വെള്ളത്തിൽ കുറച്ച് പെയിൻറ്റ് കലക്കുക. എന്നിട്ട് അതിൽ കുറച്ച് നേരം ഇട്ട് വെക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് വരാം. ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്ലൂ ഗൺ കൊണ്ട് നമുക്ക് അടിഭാഗത്തും മുകൾ ഭാഗത്തും ആയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് അടിഭാഗത്തും മുകൾ ഭാഗത്തും നമ്മൾ ഒട്ടിച്ചു കൊടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് ഗോൾഡൻ കളറ് ആ നൂലിനും ബാക്കി വരുന്ന ഭാഗത്തും ഒന്ന് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ നമ്മളിവിടെ ഫുള്ളായിട്ട് ഗോൾഡൻ കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവർ വൈസ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മൾ വേസ്റ്റ് ബോട്ടിൽ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, സീ യു, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ.